എന്റെ പേര് മൊയ്തുണ്ണി, മണ്ണാർക്കാടാണ് സ്വദേശം. കേൾക്കാവോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഒരു റിലേഷനും അതുപോലെ തന്നെ മണ്ണാർക്കാടിന്റെ തിളങ്ങി നിൽക്കുന്ന മൈ ലൈഫിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ അബ്ദുൽ കരീം സാറ്, അതുപോലെ തന്നെ അലിക്കുനു സാറ്, മുസ്തഫ സാറ്, അങ്ങനെ ആ കണ്ണി നീണ്ടു നിൽക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ ഹൃദ്യമായ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഞാന് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, സംസാരിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കുറച്ച് ജീവിത അനുഭവങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് മൈ ലൈഫിലേക്ക് വന്ന എക്സ്പീരിയൻസ്, നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ്. ഞാന് ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം ഒരു 13 വർഷത്തോളമായി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് എൻ്റെ ട്രേഡിംഗ്, എൻ്റെ ബിസിനസ് മേഖലയായ ഫാബ്രിക്കേഷൻ എന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയർ, എക്സ്റ്റീരിയർ, അതായത് ACP വർക്ക്, ഫാബ്രിക്കേഷന്, വീടുകളിലുള്ള ഷോക്കേസ് എന്നുള്ള ഇന്റീരിയർ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ കാലം അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് നമ്മളെ കരീം സാറ് ഈ ഒരു അവസരത്തെ പറ്റി പരിചയപ്പെടുത്തി തരുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ആദ്യം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനോ അത് പ്രചരിപ്പിക്കാനോ അല്ല, അതിന്റെ ഒരു ഗുണവശങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ശ്രമിച്ചില്ല. ഞാനും തന്നെ 1, 2, 3 ചെറിയ ചെറിയ ചെയിൻ മാർക്കറ്റുകളിൽ പെട്ട് എൻ്റെ കുറച്ച് സമ്പാദ്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്കും ഇതൊരു ചെയിൻ സർവീസ് ആണ് എന്നാണ് ആദ്യം തോന്നിയത്. എങ്കിലും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഉമർ സക്കാഫി സാർ എൻ്റെ സഹോദരി ഭർത്താവാണ്, എൻ്റെ അളിയനാണ്. വർഷങ്ങളായി അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ച് നല്ല റിസൾട്ട് ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടും, അതുപോലെ തന്നെ ഈ ഒരു മേഖല നല്ലതാണ് എന്നുകൊണ്ടും അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇതൊരു സ്ഥിരം ജോലിയായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതിൽ വന്നത് ആദ്യം. പക്ഷെ എന്നിരുന്നാലും ഏകദേശം ഒരു 6 മാസമായി പാർട്ട് ടൈം ആണെങ്കിൽ കൂടി ഈ ഒരു ബിസിനസ്സിനെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഞാൻ നെഞ്ചോടേറ്റി നിൽക്കുന്നുണ്ട്. ഞാന് ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന ഉടനെ തന്നെ എൻ്റെ ഒരു അമ്മായിന്റെ മോൻ അസന്റ് എന്ന ഒരു ഇന്റർനെറ്റ് കമ്പനിയുമായി എന്നെ ബന്ധപ്പെടുത്തുകയും ഒരു 50,000 രൂപ അതിൽ നിക്ഷേപിക്കുകയും, ആ നിക്ഷേപിച്ചപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് ഇത് ഒരുപാട് ബിസിനസ് കണ്ട് അറിഞ്ഞ് പൊട്ടി കുറെ പൈസ പോയ ആൾക്കാരെ കണ്ടു വന്ന ആളാണ് ഞാന്. അതുകൊണ്ട് എന്നെ അതിൽ നീ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. അതുപോലെ അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനുള്ള എല്ലാ ഗ്യാരണ്ടിയും ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് 50,000 രൂപ കൊടുത്തത്. ഏതായാലും ഒരു 6 മാസം കൊണ്ട് തന്നെ അത് തീരുമാനമായി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു,
എന്റെ പൈസ എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പകുതി പൈസ 25,000 രൂപ എനിക്ക് അവനെ തിരിച്ചു തന്നു. അതുകൂടാതെ വേറൊരു കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 7-8 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ വർക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച, എന്നെ ചെറുപ്പകാലം മുതൽ തന്നെ എന്നെ ഞങ്ങളുടെ സ്കൂളിൽ, ചങ്ങലേരി സ്കൂളിൽ പഠിപ്പിച്ച എന്റെ ഒരു സാറ് എന്റെ അടുത്ത് വന്ന് ഒരവസരം പരിചയപ്പെടുത്തുകയാണ്. നമ്മളെ കോവിഡിന്റെ സമയത്ത് പ്രാണ ഇൻസൈറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ അതില് പങ്കാളിയായാൽ ഒരു 35,600 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ ഇന്റർനെറ്റ് വഴി വരുന്ന എല്ലാ വിദ്യാഭ്യാസ പഠിക്കുന്നതിന്റെ, കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് ഒരു പഞ്ചായത്തിൽ എത്രയാണോ വർക്ക് നടക്കുന്നത് അതിന്റെ ഒരു ഓഹരി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ അതിൽ പ്രാണ ഇൻസൈറ്റ് ആപ്പ് എന്ന ആപ്പിൽ ഉൾപ്പെടുത്തിയത്. ഏതായാലും അവര് പഞ്ചായത്ത്, ബ്ലോക്ക്, അതുപോലെ തന്നെ എന്റെ ജില്ല എന്ന ഓരോ ലക്ഷങ്ങളിലാണ് അതിന് ഓരോ ജില്ലക്കും അതല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും വേണ്ടി കൊടുക്കേണ്ടി വരിക. ഏതായാലും ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞു, പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ എനിക്ക് അവർ 10 ID തന്നു. 10 ID തന്നിട്ട് ഒരു ID വിറ്റ് 5,000 രൂപക്ക് വിറ്റ് കഴിഞ്ഞാല് ആ 10 വിറ്റ 50,000 രൂപ എനിക്ക് അതിൽ ലഭിക്കുമെന്ന് പറഞ്ഞൊരു ID തന്നു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് കോവിഡ് അവസാനിപ്പിക്കുന്നത്. കോവിഡ് കഴിഞ്ഞ് എല്ലാവരും എല്ലാ പ്രവർത്തികളിലും ഇറങ്ങി സജ്ജരായിരിക്കുന്ന അവസ്ഥയിൽ ഈ പ്രാണ ഇൻസൈറ്റിന്റെ ഒരു പ്രവർത്തനങ്ങളും നടക്കാത്തൊരവസ്ഥയിൽ വരികയും ഒരു രൂപയും അതുപോലെ തന്നെ അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റും നടക്കാതെ ഇരുന്ന അവസ്ഥയിൽ ഞാൻ നമ്മുടെ സാറെ ബന്ധപ്പെടുകയും ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരണം, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ എറണാകുളം ഇവിടെയൊക്കെ പോയി പൈസ കുറെ പറഞ്ഞ് ആളുകളെ സമീപിച്ച് അവസാനം എനിക്ക് എന്റെ സാറിന്റെ ഗ്യാരണ്ടിയിൽ എനിക്ക് അതിന് ഒരു 20,000 രൂപ തിരിച്ചു തന്നു. സാറ് ഞാനത് ഏറ്റെടുത്തോളാം, ബാക്കി ഞാൻ പൈസ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നിനക്ക് തരാമെന്ന് പറഞ്ഞ ഒരു 20,000 രൂപ തിരിച്ചു തരികയും ചെയ്തു. അപ്പോ അങ്ങനെയൊക്കെ ഒരു പേടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സാറന്മാർ എന്നെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി തരുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ഞാൻ അതിൽ അറിഞ്ഞു. ഞാൻ ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങുകയും ആ പ്രൊഡക്റ്റുകളിൽ കൂടെ എനിക്ക് റിസൾട്ടുകൾ വരികയും ചെയ്തു. ആ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന എന്റെ കാലിന്റെ മുട്ടിന്റെ വേദനകളായിരുന്നു. ആ മുട്ടിന്റെ വേദനക്ക് നമ്മുടെ നാച്ചിങ് ക്യാപ്സ്യൂൾ, നോവേദന ജെൽ, നോവേദന ക്യാപ്സ്യൂൾ, അതുപോലെ തന്നെ ചാമ്പി തൈലം എന്നിവ ഉപയോഗിച്ചാൽ ശമനം ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് പരീക്ഷിക്കുകയും ഏകദേശം എനിക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അതിന്റെ റിസൾട്ട് വരികയും ചെയ്തു. അത് എന്താന്ന് പറഞ്ഞാൽ നമ്മള് അത്തഹിയാത്തിനൊക്കെ പോകുന്ന സമയത്ത്, അതായത് സുജൂദിലും റുക്കുവിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കാലിന്റെ മുട്ടുകളൊക്കെ ഒരു പയറുമണി പൊട്ടണന്മാരൊരു പൊട്ടലായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് വേദനയായി മാറുകയും നിസ്കരിക്കാനും പോലും പറ്റാത്ത, ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഡോക്ടറെ സമീപിച്ച ഉടനെ തന്നെ ഡോക്ടർ എക്സ്റേ ഒക്കെ എഴുതി. എക്സ്റേ കിട്ടി. അപ്പോ ഒരു കാല് നന്നായിട്ട് തേയ്മാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ കാലിന് ഏകദേശം തേയ്മാനത്തിന്റെ ഒരു ആരംഭഘട്ടത്തിലാണ് എന്ന് പറയുകയും കുറെ ടാബ്ലറ്റുകൾ എഴുതി തരികയും ചെയ്തു. ടാബ്ലറ്റ് കഴിച്ച ഉടനെ എനിക്ക്
ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ വേദനയൊക്കെ ശമിപ്പിച്ചു പോകും. വീണ്ടും നമ്മൾ ആ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ആ വേദന തിരിച്ചും വരുന്നൊരവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് ഈ മെഡിസിൻ ഗുളികയോട് വല്ലാതെ ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ഗുളിക ഞാൻ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ഉടനെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെയിൻ കില്ലറുകൾ തരുമ്പോൾ അത് നമ്മളെ കിഡ്നിക്ക് തന്നെ ബാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു 10 ദിവസം 15 ദിവസം മാത്രമാണ് ആ ഗുളിക കഴിച്ചത്. ബാക്കി വേദന സഹിച്ച് നടക്കുകയായിരുന്നു. കുറെ തൈലം തേക്കും, കുറെ ചൂടുവെള്ളം കൊണ്ട് ഉപ്പിട്ട് പോകും. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരുന്ന് കഴിക്കുന്നത്, ഈ നമ്മുടെ പ്രൊഡക്റ്റ് കഴിക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ഒരു മാജിക് റിസൾട്ട് തന്നെയാണ് എനിക്കതിലൂടെ ലഭിച്ചത്. ആ ഒരു ലഭിച്ചത് ഞാൻ എൻ്റെ മനസ്സിൽ കുറുകെയിടുകയും പിന്നീട് നമ്മുടെ കരീം സാറ് ഒരുപാട് പ്രാവശ്യം വന്നിങ്ങനെ പറയും, ഇത് നല്ലൊരു അവസരമാണ്, ചെയ്യും, നിങ്ങൾ അളിയനെല്ലാം അത് ചെയ്യുന്നുണ്ട്, ചെയ്യും, നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളി നീക്കി. അത് കഴിഞ്ഞ ഉടനെയാണ് നമ്മളെ മാജിക് റിസൾട്ട് തരുന്ന നമ്മുടെ പേസ്റ്റ്, ഹെർബൽ പേസ്റ്റ് എന്റെ കൈകളിൽ എത്തുന്നത്. ഹെർബൽ പേസ്റ്റ് എത്തിയത് എനിക്ക് ഈ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മള് നാവ് കടിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വല്ല മുള്ളോ എന്തെങ്കിലും തട്ടി മുറിവാവുക എങ്കിലും ചെയ്താല് വായന്റെ ഉള്ളില് മുറിവ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-10 ദിവസം അതുപോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ നിന്ന് ഭയങ്കര വേദന, അസഹ്യമായ വേദന ഉണ്ടാവുകയും ഈ വേദനക്ക് പല ഡോക്ടർമാരെ സമീപിച്ചും പെട്ടെന്ന് മാറുന്ന കുറെ ജെല്ലുകൾ തരും. ആ ജെല്ല് തേച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. വീണ്ടും അതേമാതിരി നമുക്കൊരു ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അന്ന് എത്തിച്ചേരുക. ഈ ഒരു 10-15 ദിവസം ആരോടും ഒന്നും ഉണ്ടാൻ പറ്റൂല. ഞങ്ങൾ ഫാബ്രിക്കേഷൻ മേഖലയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനോ അതുപോലെ തന്നെ ഈ ഓരോ മേഖലയിലുള്ള ആൾക്കാരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനോ പറ്റാത്തൊരവസ്ഥ, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അൽഹംദുലില്ലാ നമ്മളുടെ ഈ ഒരു പേസ്റ്റ് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അപാര റിസൾട്ടാണ് എനിക്ക് തന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു 10 മാസത്തോളമായി ഞാൻ ആ പേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലും ആ പേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ പേസ്റ്റ് ഉപയോഗിച്ചാൽ അഥവാ മുറിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങി, അതുപോലെ തന്നെ വേറെ ഒരു പുണ്ണിന്റെ അതേ ഒരു വേദനയുടെ ഒരംശം പോലും എനിക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ലിവകൈന് എപ്പോഴും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലക്ക് സ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലും പോകേണ്ട ആവശ്യം വരും. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ നമ്മുടെ ലീഡർ കരീം സാർ വിളിച്ചപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു. 4 മണി വരെ 4 മണിക്കാണ് നമ്മളെ കരീം സാർ വിളിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഗസ്റ്റായി വരികയോ അതല്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കുറെ നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമാണ്. പക്ഷെ നമ്മളെ സൂമിൽ ഡെയിലി കേൾക്കുന്നത് നമ്മൾ ലീഡർമാർ എന്ത് പറയുന്നോ അതനുസരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്നലെ ഉച്ചക്ക് മുസ്തഫ സാർ നമ്മുടെ കരീം സാർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നാളെ ഒരു ഗസ്റ്റായിട്ട് വരണം, അതിന് മൊയ്തീൻ സാറ് നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിന്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ വരാം. കാരണം ലീഡർമാർക്ക് എൻട്രി ചാടം പറഞ്ഞാൽ ചാടണം എന്നാണ് നമ്മുടെ മൈ ലൈഫ് നമ്മളെ പഠിക്കുന്നത്. ലീഡറെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളൊരു
കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് ഏറ്റെടുത്തു. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് ഞാൻ ഇവിടെ വീട്ടിലെത്തിയത്. ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി ഞാന് ഇന്നിവിടെ ഈ അവസരം എനിക്ക് തന്ന നൽകിയ ലീഡർമാരോട്, അതായത് കരീം സാർ മുതൽ നിസാർ സാർ മുതൽ അലി സാറ്, മുസ്തഫ സാറ്, ഷാന മാഡം, അതുപോലെ തന്നെ ദാറാൻ ഉസ്താദ്, റഫീഖ് സാറ്, അങ്ങനെ നീണ്ടു പോകുന്ന നമ്മുടെ ബിൽനിസാർ വരെ, നമ്മുടെ തുല്യനായ നമ്മുടെ ഉമർ ഉസ്താദ് വരെ അൽഹംദുലില്ലാഹ് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഉമർ ഉസ്താദിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൽ വന്നതിന് ശേഷം ഒരു പുതിയ ബ്രസ കാർ അച്ചീവ് ചെയ്യുകയും അന്ന് ആ കാർ ഇറക്കുന്ന സമയത്ത് എന്റെ തുല്യനായ എന്റെ വാക്ക് മരിച്ച് ഏകദേശം 5 വർഷമായി. അൽഹംദുലില്ലാഹ് ഈ കുടുംബത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് ആ കാർ എന്ന അവിടെ പുതിയതായി ലോഞ്ച് ഇറക്കുന്ന സമയത്താണ്. ഒരു വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ഉമർ ഉസ്താദ് എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാണ് ഒരു നിമിത്തമെന്ന രൂപത്തിൽ എനിക്ക് ഉമർ ഉസ്താദ് അത് ഇറക്കി തന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ കുടുംബം, നമ്മളെ ഈ മൈലഫി എന്ന കുടുംബം ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൽ ഒതുങ്ങി നിന്ന് അതിലെ മുന്നോട്ടുള്ള വിജയത്തിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കുറെ ജോലിക്കാരുണ്ട്, കുറെ നല്ല തിരക്കുണ്ട്. ആ ഒരു തിരക്കിൽ ഞാൻ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ഇതില് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ ഞാനിതൊരു ഫുൾ ടൈം കരിയറായി ഏറ്റെടുക്കുകയും, കാരണം ഏകദേശം ഒരു 30 വർഷത്തോളമായി ഞാൻ ഈ ഒരു എന്റെ വർക്കിന്റെ പിന്നാലെ നടക്കുന്നു. അതുകൊണ്ട് എന്ത് ലാഭം കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ഇതിന്റെ സാധ്യത നമ്മുടെ മെന്റർമാർ പറയുന്നത് പോലെ ഒരു കടലാണ്. ഈ കടലിൽ നിന്ന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് അത് കോരിയെടുക്കാം. അത് കൈക്കുമ്പിളിലാണെങ്കിലും, അതുപോലെ തന്നെ പൈപ്പ് ഇട്ട രൂപത്തിലാണെങ്കിലും, ബക്കറ്റിൽ കോരിയെടുത്താണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ടാങ്കർ ലോറിയിൽ അടിച്ചിട്ടാണെങ്കിലും, ആ രൂപത്തിലാണെങ്കിലും നമുക്ക് നമ്മളുടെ സമ്പാദ്യങ്ങളും അതുപോലെ തന്നെ ഓരോ ആനുകൂല്യം ലഭിക്കുന്ന ഈ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഞാനിതില് ഒരു കാൽ വെച്ച് നടക്കുന്ന ഒരു ശിശുവാണ്. ഇനിയും ഒരുപാട് കാണാനും അറിയാനും പ്രവർത്തിക്കാനും ഒരുപാട് ലീഡർമാരുമായിട്ട് പരിചയപ്പെടാനും ഉള്ളൊരു അവസരം എനിക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഞാൻ ഈ ഒരു അവസരം സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് കിട്ടുന്നതിലുപരി ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായി ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാല്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിതമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ജീവിതത്തില് ഒരാളൊരു വേദന മാറ്റാൻ കഴിയുക എന്ന് പറഞ്ഞാല് അതൊരു സൗഭാഗ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഓരോ രോഗങ്ങൾക്കും മാറാത്ത പല ഡോക്ടർമാരെ സമീപിച്ച്, അതുപോലെ തന്നെ പല വൈദ്യന്മാരെ സമീപിച്ച് മാറാത്ത, ഞാൻ ഇനി എന്ത് ചെയ്യും, മരണം വരെ എത്തി നിൽക്കുന്ന, മരണത്തിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന രോഗികളെ സമീപിച്ചുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ മാജിക് പ്രോഡക്റ്റുകളെ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു അതിഗംഭീരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഞാന് ഇപ്പൊ അടുത്ത് തന്നെ ഏറ്റവും ചെറിയൊരു പ്രൊഡക്റ്റായ നമ്മുടെ വൂണ്ട് ഹീല്, ആ വൂണ്ട് ഹീല് ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് കൈമാറി. ആക്സിഡന്റ് പറ്റി ഏറ്റവും 2 കൈയും ഫുള്ളായി മുറിവ് വന്ന് ഒരു ദിവസം സുബൈക്ക് പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവർക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കടക്കുന്നുണ്ട്, നമ്മുടെ ഷോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഇതിന് വല്ല മരുന്നുണ്ടോ? ഞാൻ കുറച്ച് ബീഫ് വാങ്ങാൻ ചെന്നതായിരുന്നു.
അപ്പോഴേ പറഞ്ഞ് എന്താ സംഭവം ചോദിച്ചു. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ല, ഞാനൊരു വലിയ ആക്സിഡന്റിൽ പെട്ടു. ഹെൽമെറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം എന്റെ ജീവൻ നിലനിൽത്തതാണ്. റോഡിൽ എറിഞ്ഞ് കംപ്ലീറ്റ് രണ്ട് കൈയും മുറിവ്, കാലില് മേല് കംപ്ലീറ്റ് മുറിവാണ്. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഷോപ്പിൽ നിന്നാണെങ്കിൽ വിട്ടു മാറാനും പറ്റൂല. വല്ല മരുന്നുണ്ടോ ചോദിച്ചു. ഇൻഷാ അല്ലാഹ് ഞാനൊരു ഓയിൽമെന്റ് തരാം, ഒരു ടാബ്ലറ്റും തരാം, നീ അത് തേക്ക് ചോദിച്ചു. നിങ്ങൾ എന്ത് തന്നാലും ഞാനത് ഉപയോഗിക്കും, കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, മുറിയിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. രണ്ട് കൈയിന്റെ രണ്ട് സൈഡും പൊള്ളിട്ട്. ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. ഏതായാലും വെള്ള കളറിന്റെ നമ്മളെ മാംസമൊക്കെ പുറത്തു വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവൻ രാവിലെ തന്നെ ആ ഷോപ്പ് തുറന്ന ഉടനെ എൻ്റെ അടുത്ത് വരികയും വൂണ്ട് ഹീലും അതുപോലെ തന്നെ നോവേദന ക്യാപ്സൂളും പേസ്റ്റും ഞാൻ അവന് നൽകുകയും, പിറ്റേ ദിവസം ഞാനൊന്നും ചോദിച്ചില്ല. തൊട്ടടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോഴും? വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആദിയായി. കാരണം നമ്മള് റിലേഷനാണ്, തൊട്ടടുത്താണ്, എല്ലാവരും വന്ന് കൂടുന്ന ഒരു സെന്ററാണ്. അപ്പൊ പിന്നെ 2 ദിവസം ഞാൻ അങ്ങോട്ട് ഓരോ പ്രശ്നങ്ങൾ കാരണം, ഓരോ തിരക്ക് കാരണം പിന്നെ അങ്ങോട്ട് പോയില്ല. ഒരു 5-8 ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വീണ്ടും അവിടെ ബീഫ് വാങ്ങാൻ ചെന്നൊരു വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് ബീഫ് വാങ്ങാൻ പോയ സമയത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ കൈയിന്റെ വേദന കാര്യങ്ങളൊക്കെ? അപ്പൊ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അൽഹംദുലില്ലാ ആ 2 കൈയും പൊന്തിച്ച് കാണിച്ചു കൊണ്ട് പറയാ, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, ഇങ്ങനത്തെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഒരുപാട് മുറിവുകളും കാര്യങ്ങളും ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു മരുന്ന്, നിങ്ങളെ മരുന്ന് എന്നാ എന്നോട് പറഞ്ഞു, നിങ്ങളെ മരുന്ന്, അതിന്റെ ഒരു റിസൾട്ട് വന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്റെ തൊലികളെല്ലാം റിമൂവ് ആയി വന്ന് ആ ഒരു കറുത്ത വെള്ളെല്ലാം പോയി കഴിഞ്ഞ ഒരു കറുത്ത രൂപത്തിലേക്ക്, ആ തൊലിയുടെ ഒരു രൂപത്തിലേക്ക് അത് മാറി വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പടച്ചോനെ, ഒരു 10 ദിവസം കൊണ്ട് എനിക്കൊരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ മുറിവിന്റെ പാടുകള് മാസങ്ങളും വർഷങ്ങളോളം നീണ്ടു നിൽക്കും. പക്ഷെ ഒരു 10 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അവന് 2 കൈയും തമ്പടിച്ച് കാണിച്ചു, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ എല്ലാവർക്കും പരിചയപ്പെടുത്തണം, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് അവൻ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന 95. ഞാൻ ഉപയോഗിച്ചു. എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഈ കാറിലൊക്കെ നമ്മൾ വെയിലത്ത് കയറി ഇറങ്ങി, കുറച്ച് സൈക്കിൾ ഇറങ്ങി, കുറച്ച് വന്ന് ആ വിയർപ്പോടുകൂടെ കയറുമ്പോൾ, പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി വീണ്ടും ഇറങ്ങി കയറുന്ന സമയത്ത് ഈ നീരിറക്കം വന്ന് 2 സൈഡിലും ഭയങ്കര നീരിറങ്ങി വേദന ഉണ്ടായി. അത് വർഷങ്ങളോളം അങ്ങനെ ഇടക്കിടക്ക് വന്നു പോകും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കാരണം നമ്മളെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മളെ റിസൾട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ 95 ഞാനത് ഉപയോഗിച്ചത്. എന്ത് പറയട്ടെ, അൽഹംദുലില്ലാ, അതും ഒരു മാജിക് റിസൾട്ട് ആയിരുന്നു. ഇന്ന് വരെ ഏകദേശം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് ഒരു 8 മാസത്തോളമായി. ഇന്ന് വരെ എനിക്ക് ആ ഒരു പ്രശ്നം ഇതേവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതേ അവസ്ഥയിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന് ഭയങ്കര അലർജി ആയിരുന്നു. വലിയൊരു സൈക്കിൾ ഷോപ്പ് നടത്തുന്ന ആളാണ്. അവനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര അലർജിയാണ്, പൊടിയാണ്. അപ്പൊ അവന്റെ വീടിന്റെ ഇന്റീരിയർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയില് അവന് എന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറഞ്ഞു, മൊയ്തുണ്ണി, നിന്റെ അടുത്ത് ഈ അലർജിക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചോദിച്ചു. അപ്പോ വേറെ എന്തൊക്കെ അസുഖം ഉണ്ടോ ചോദിച്ചപ്പോ, ഒന്നുമില്ല, എനിക്കൊരു ഉഷാറില്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, 95 എന്നാണ് അതിന്റെ പേര്. അതിങ്ങനെ കുറെ ബെറിപ്പഴങ്ങളുടെ ജ്യൂസാണ്. അത് ഇന്നെ മാതിരി കഴിച്ചാല്
നിനക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ 95 കൊടുത്തു കഴിഞ്ഞ് അവന് സ്ഥിരമായി ഉപയോഗിച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മുയുണ്ണി, നിങ്ങൾ ഈ പ്രൊഡക്റ്റ്, ഞാൻ ഒരുപാട് ഡോക്ടർമാർ കഴിച്ച് പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പഴയ വീടിന്റെ എന്തേലും ഒന്നൊരു പൊടി തട്ടുകയാണെങ്കിൽ, എന്റെ ഷോപ്പിൽ നിന്ന് വണ്ടികളോ സൈക്കിളോ എന്തെങ്കിലും അങ്ങോട്ട് ഒരു കർട്ടണെടുത്ത് അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഭയങ്കര തുമ്മലാണ്. എനിക്ക് ഒരു ദിവസം ഒരു പൊടി ഗുളിക, അലർജിക്കും അങ്ങനെയല്ല, ഒരു പൊടി ഗുളിക കഴിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. ഈ 8 മാസത്തിന്റെ ഉള്ളിൽ അവന്റെ പുതിയ വീട് ഇനാഗ്രേഷൻ ചെയ്യുന്ന ഒരു വീട് പുതിയതുണ്ടാക്കുമ്പോഴുള്ള പൊടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അത്ര വലിയ പൊടി കംപ്ലീറ്റ് അവന്റെ വീട് അവനാണ് ഡെയിലി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. കംപ്ലീറ്റ് ക്ലീൻ ആക്കലും ഈ ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്ത ഭയങ്കര പൊടിയായിരിക്കും. ആ പൊടി കംപ്ലീറ്റ് ക്ലീൻ ആക്കുന്നത് അവനാണ്. അവൻ പറയും, ഇന്നേ വരെ എനിക്ക് ആ ഒരു അലർജിയുടെ ഒരു പ്രശ്നം പിന്നെ വന്നിട്ടില്ല മോഹിനി. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ അവനക്ക് കൊടുക്കാൻ സാധിച്ചു. അവന്റെ മകൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചു. അവള് പിന്നെ കോഴിക്കോട് സൈലത്തിൽ പഠിക്കുകയാണ് മോളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, എടാ നിന്റെ അടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? എന്റെ മോൾക്ക് ഡോക്ടർ വെയിൽ കൊള്ളാനാ പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് അതിന് യാതൊരു നിർവാഹമല്ല, കാരണം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. ഈ വൈറ്റമിൻ ഡിയുടെ കംപ്ലൈന്റ് ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞ്. കുറെ വൈറ്റമിന്റെ വേറെ കംപ്ലൈന്റ് ഉണ്ട്, അവൾക്കൊരു ഉഷാറില്ലായ്മ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളെ പിന്നെ അഷറഫ് സാറോടും ഇവരോടും എല്ലാവരും ഇങ്ങനെ കൺസൾട്ട് ചെയ്ത് ചോദിച്ച സമയത്ത് ന്യൂട്രി ലൈഫ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ന്യൂട്രി ലൈഫ് കൊടുത്തു. അതിന്റെ റിസൾട്ടും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ടാണ്. കാരണം ആ കുട്ടി ഇന്നും നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ സന്തോഷത്തോടു കൂടെ. അതുപോലെ തന്നെ സ്പൈറലിന ഗോൾഡ്, അത് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു. അതിലും തന്നെ പഠിക്കാനൊക്കെ ഭയങ്കര എനർജിയാണെന്നാണ് അവർ പറഞ്ഞത്. നല്ല നല്ല എനർജി എന്ന് പറഞ്ഞാല് എല്ലാവരും അവരവന്റെ മകനെ സ്പൈറലിനെ മേടിച്ചു കൊടുത്തു, അവനും പഠിക്കുകയാണ്. അപ്പോ ഇത്ര പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് എത്തിച്ചു തരുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനും നിങ്ങളും സത്യം പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കാണ് എൻ്റെ ഒരു അവസ്ഥ. കാരണം എനിക്കിപ്പോ കുറച്ചു കാലത്ത് നിന്ന് ഫുൾ കരിയർ ആയിട്ട് ജോലി ചെയ്യാൻ, അതിൽ ഇറങ്ങി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളല്ലാതെ, പക്ഷെ അതിലേക്ക് മുന്നിട്ട് ഇറങ്ങണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഈ പ്രൊഡക്റ്റ് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാനും, കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി കൂടുതൽ ആൾക്കാരുടെ അസുഖങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കാനും ഞാനും നിങ്ങളും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഈ 95 തന്നെയാണ്. ഈ 95ന്റെ എൻ്റെ ഇളാപ്പാന്റെ ഭാര്യക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഏകദേശം 2 മാസം മുമ്പേ, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഹോസ്പിറ്റലിൽ പോകും, കാര്യങ്ങളാക്കും, ഇതാക്കും. പക്ഷെ പള്ളിയിൽ ഞാൻ എപ്പോഴും കാണുന്ന, ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ദിവസം കാണാത്ത സമയത്ത് എന്തായിരുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെ കോഴിക്കോട് പോയതായിരുന്നു, സംഭവം ഇങ്ങനെയാണ് സംഭവം, ഇളയമാക്ക് തീരെ സുഖമില്ല, എന്താ ചെയ്യാന്നറിയില്ല, ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഇന്നതാണ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞത് എങ്ങനെയാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കമ്പനിയിലുണ്ട്. അത് പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങൾക്കത് വാട്സപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് നമ്മളെ റിസൾട്ടുകൾ മിർസാദിന്റെ അത്ഭുത കലവറകളിൽ നിന്നുള്ള കുറെ ക്ലിപ്പുകൾ എടുത്ത് ഞാനത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും അവരത് നോക്കി ആദ്യം കുറെ മടിച്ചു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കഴിക്കാൻ പറ്റുമോ, ഡോക്ടർ കൂടുതൽ വെള്ളം കുടിക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോ എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ കൊടുത്തോളൂ, കാരണം ഇതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഇങ്ങനെ ഒരുപാട് പഴങ്ങളെ, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, റെഡ് ബെറി, അസായ് ബെറി, നോനി, കറ്റാർവാഴ, നെല്ലിക്ക,
എന്നുള്ള എല്ലാത്തിൻ്റെയും പാടെ ഒരു കണ്ടന്റ് അടങ്ങിയ ഔഷധ മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ്, ഒരു പ്രൊഡക്റ്റാണ്. ധൈര്യമായി നിങ്ങൾ അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സോടെ അവര് ഒരു ശ്വാസം പൊട്ടിച്ച് അന്ന് രാവിലെ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൊടുക്കുമ്പോൾ ഏറ്റവും രാവിലെ സുബഹിക്ക് കൊടുക്കുക, അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് കൊടുക്കേണ്ട രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോ അന്ന് രാവിലെ എനിക്ക് വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, ഇതിനെ കുടിക്കാൻ പറ്റുന്നില്ല, അത് ഒരു മണം മാറി വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് അത്ര കണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു, ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, വേണ്ട, 2-3 പ്രാവശ്യമായിട്ട് ഏതായാലും അത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയെന്ന്. അങ്ങനെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. ഒന്നാമത്തതിന്റെ ഒരു എളാപ്പയാണ്, വകയിലൊരു എളാപ്പയാണ്. അപ്പോ ഞാൻ പറഞ്ഞ തട്ടില്ല എന്നുള്ള എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ മോനെ വിളിച്ചിട്ട് മോനും കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രൊഡക്റ്റ് ഒരു 3 ദിവസം കുടിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ബെഡിൽ കിടക്കുന്ന ആള് ഒരു ആഴ്ച കൊണ്ട് തന്നെ വീട്ടുപണികളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. 1 മാസം മുമ്പ് 1-2 മാസം മുമ്പ് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. 1 മാസം ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റൂല. ആ ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോ 2ാമത്തെ കഴിഞ്ഞ് 3ാമത്തെ 95 നാളെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞു. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വരികയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളൊരു മാജിക്കാണ് നമ്മുടെ 95 നമുക്ക് നൽകുന്നത്. അതേ 95 തന്നെ വേറൊരു വയസ്സായ ഒരാൾക്ക് 95ഉം പൈട്രസും അത് കൊടുത്തു. പൈട്രസ് കൊടുത്തപ്പോൾ അയാള് അവിടെ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു, എനിക്ക് തീരെ ഉറങ്ങാൻ കഴിയുന്നില്ല, ഹൈ ഷുഗർ ഉണ്ട്, BP ഉണ്ട്, എല്ലാം ഉണ്ട്, നിന്റെ അടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, ഞാനത് എത്തിച്ചു തരാം. അപ്പൊ അത് ഒരുപാട് പ്രൊഡക്റ്റുകളും ആയുർവേദിക്കും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോ ഇതും അതുമാതിരി ആകുമോ? ഞാൻ പറഞ്ഞു, എന്നിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്ത ആൾക്കാർക്കെല്ലാം എനിക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയും. ഞാനത് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഈ പ്രൊഡക്റ്റ് കൊണ്ട് പോയപ്പോഴ് അയാളെ ഭാര്യ എന്നെ പടി കടത്തി വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്ര ബന്ധം ഉണ്ടാവുകൊണ്ട് എന്റെ അടുത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റും വേണ്ട, ഇവിടെ ഒരു കാര്യം വേണ്ട, അച്ചായന് സുഖല്ല, അയാൾ അതും അതിലപ്പുറമൊക്കെ പറയും, നിങ്ങളെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയിക്കോളി. കാരണം 5000 പ്രൊഡക്റ്റിന്റെ വില വന്നിട്ടുണ്ട്, ഇത്രയും സംഖ്യ തന്നിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഒരുപാട് കഴിച്ചതാണെന്ന് പറഞ്ഞു. മൂപ്പരെ ഭാര്യ അങ്ങനെ പറഞ്ഞു. അപ്പോ മൂപ്പര് പറഞ്ഞു, ഇതിന് നീ അതൊന്നും കാര്യാക്കണ്ട, ഞാനല്ലേ വാങ്ങുന്നത്. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ ഒരു ഹാഫ് പേടിയും ഒരു ഇതൊക്കെ ആയി. കാരണം ഒരു 10-75 വയസ്സായിട്ടുണ്ട്. അത് അപ്പോ എന്നോട് അപ്പൊ ക്യാഷ് തന്നില്ല. കാരണം ഒരുപാട് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. അപ്പൊ പകുതി പൈസ തന്നു, ബാക്കി നിനക്ക് അയച്ചു തരട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ പൈസ പോയി, പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു രാത്രി ഒരു 10 മണിക്കുണ്ട് വിളിക്കുന്നു. ഇതിന് നീ എവിടെയാ ചോദിച്ചു. അവർ ഞാൻ വീട്ടിലുണ്ട്. എന്ത് ചോദിച്ചു. അപ്പൊ എനിക്കൊരു പള്ളിയിലൊരു ആദ്യമായി. കാരണം ഇങ്ങനെയും പറഞ്ഞ ആള് ഇതുപോലെ എന്തേലും പറ്റിയോ കാര്യങ്ങളായോ എന്തൊക്കെ വിചാരിച്ചിങ്ങനെ ചോദിച്ചു. അല്ല ഒന്നുമില്ലടാ, നീ എവിടെയാണ് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട്. എന്തേ ചോദിച്ചു. അല്ല എനിക്ക് നിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനോ എന്തേ ചോദിച്ചു. അല്ല എന്റെ ഷുഗർ വളരെ ലോ ആയടാ, അതുപോലെ തന്നെ ഉറങ്ങാൻ നന്നായിട്ട് നിന്റെ ആ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഉറക്കഗുളിക കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കി, ഉറങ്ങാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്, എനിക്ക് ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്ത് പറയണ്ട, ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പറയും.
കാരണം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഭാര്യ പറഞ്ഞ് സമാധാനം. അവളൊക്കെ ഫുള്ള് ഹാപ്പിയാണ്. അപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റ് കൂടി വേണം എന്ന് പറഞ്ഞു. അപ്പോ ഇത്തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതും നമ്മളെ കമ്പനി നമുക്ക് നൽകുന്നതും. എന്നിരുന്നാലും ഇതില് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനിയും അറിയാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആഴങ്ങളിലേക്ക് ചെന്ന് ഈ ബിസിനസ്സിനെ പഠിക്കാനുമുണ്ട്. നമ്മളെ കൈകളിൽ കിട്ടിയ ഒരു നിധിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കമ്പനി നമുക്ക് നൽകുന്നത്. പിന്നെ എന്നെ ഇതിൽ ആകർഷിച്ച ഘടകം എന്നുള്ളത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. ഈ നോമിനേഷൻ ഫെസിലിറ്റി ഞാൻ വേറെ എവിടെയും ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള നടക്കുമ്പോഴും അവർക്ക് പെൻഷൻ ഉണ്ട്. അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞാൽ ഭാര്യക്ക് പകുതി പെൻഷൻ കിട്ടും. അങ്ങനെയാണ് വിചാരിച്ചത്, അങ്ങനെയാണ് നടന്നു പോകുന്നതും. എന്നാല് നമ്മുടെ ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നത്, ഇപ്പോ ഞാൻ TC റാങ്കിലാണ് നിൽക്കുന്നത്. എനിക്ക് കമ്പനിയുടെ ഔദ്യോഗിക രേഖയ, ഇൻഷുറൻസ് കവറേജ്, ആ കാര്യങ്ങളെല്ലാം ലഭിച്ചു. അതുപോലെ തന്നെ നാളെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ജീവിതമാണുള്ളത്. നമ്മളെ മക്കൾ ആര് നോക്കുന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോകുന്നോ നമുക്ക് യാതൊന്നും അറിയില്ല. അതിനൊക്കെ താങ്ങും തണലായി നമ്മളെ മൈ ലൈഫ് എന്ന കമ്പനി നമുക്ക് സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഒരു ഘടകമാണ് പിന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് ആകർഷിച്ചത്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞു, നമുക്ക് ഓരോരുത്തരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത്. നമ്മളാൽ അതിലേക്കുള്ള ഒരു വഴി തുറക്കുന്നു എന്നുള്ളത്. കാരണം നമ്മള് വിശ്വസിക്കുന്ന, നമ്മള് നാളെ പരലോകത്ത് നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ്. അവരുടെ ഓരോ പ്രാർത്ഥനകളിലും നമ്മുടെ ഒരു ഭാഗം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ മൈ ലൈഫ് എന്ന കുടുംബത്തിലെ അണിനിരന്ന് മുറുകെ പിടിച്ച് ഓരോരോ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നു, കാൽമുട്ടിന് വർഷങ്ങളായി വേദന ഉള്ളത്. വർഷങ്ങളായി വേദന വന്ന് രണ്ട് സൈഡിക്കും ജസ്റ്റ് ബൾജ് ചെയ്തിട്ടുണ്ട്, രണ്ട് കാലിന്റെ മുട്ടും. അപ്പൊ നമ്മളൊരു കുടുംബത്തിലെ ഒരംഗം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പള്ളിക്കുന്ന് ഇങ്ങനെ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കുന്ന് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ആങ്ങി രണ്ട് സൈഡിലേക്കും കാല് വെച്ച് നടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം ചോദിച്ചു. മോനെ ഒന്നും പറയണ്ട, രണ്ട് കാലിന്റെ മുട്ടും തേയ്മാനം വന്ന് സംഭവിച്ചു. ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പച്ചക്കറി പലചരക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കാലിന്റെ മുട്ടും രണ്ട് സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ വല്ല പ്രൊഡക്റ്റ് എന്റെ അടുത്തുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷോപ്പിലേക്ക് വരി, പറഞ്ഞു തരാന്ന്. അങ്ങനെ ആ ഒരു നിസ്കാരം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പറഞ്ഞു, പോവല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ അന്തം വിട്ടു. എങ്ങിട്ടാ പോണു? അല്ല, പ്രൊഡക്റ്റ് ഉണ്ട്, കടയ്ക്ക് പോരും. നീ വീട്ടിൽ കാണോ പോണ, ഷോപ്പിൽ കാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഷോപ്പിലേക്കും വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടുള്ളത്, അവിടെ പോവാണ്, എന്നാ ഞാനും വരാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ എന്റെ അടുത്ത് വന്നിട്ട് നോവേദന ക്യാപ്സൂള്, നാച്ചിൻ ക്യാപ്സൂള്, ചാമ്പി തൈലം, അതുപോലെ തന്നെ പേസ്റ്റ്, അങ്ങനെ 2500-2600 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ അപ്പൊ അയാൾക്ക് കൊടുത്തു. അപ്പൊ അയാൾ ഒരുപാട് കഥകൾ പറഞ്ഞു, മകന്റെ കഥ, മാനസുഖമുള്ള കഥ, കാര്യങ്ങളായ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ എന്താന്നുള്ളത് വിവരം പറയും. ഇത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം, അതും പറഞ്ഞു വിട്ടു. ഒരു ഡെയിലി വിളിക്കും, മോനെ വേദനക്ക് ഒരു കുറവില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കുടിച്ചോളൂ. ഒരു 5-6 ദിവസം കഴിഞ്ഞ വീണ്ടും വിളിക്കും, എടാ എന്താ എന്റെ പ്രൊഡക്റ്റ് പഴയ മാതിരി തന്നെയാണല്ലോ, ഏൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ തൈലം ഉപയോഗിക്കണ എങ്ങനെയാണ്? ആ തൈലം ഉപയോഗിക്കും. എന്നാ തൈലം കുറച്ച് പാത്രത്തിൽ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നിങ്ങളൊന്ന് കാലിന്റെ മുട്ടിൽ നന്നായി പുരട്ടി നോക്കി. അതുപോലെ തന്നെ ടാബ്ലറ്റ്
കഴിക്കുന്നത്, ഒന്ന് കഴിക്കും, രണ്ടെണ്ണം കഴിക്കും, ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ടും കഴിക്കും ഭക്ഷണ ശേഷം. അങ്ങനെ തുടർച്ചയായിരിക്കുന്ന സമയത്ത് ഇപ്പോഴ് ഒരു 2 ആഴ്ചയായിട്ട് ഒരു വിളിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിയപ്പോ വിളിക്കാത്ത ചോദിച്ചു. അല്ല മോനെ, കുറേശ്ശെ മാറി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നീ കണ്ടിന്യൂ ചെയ്തോളി എന്ന് പറഞ്ഞു. വർഷങ്ങളായി പഴക്കമുള്ള ആ ഒരു വേദന മാറ്റിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നിരുന്നാലും അൽഹംദുലില്ലാ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ എത്തിച്ച എന്റെ ലീഡർമാർക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരുപാട് ലീഡർമാരുണ്ട്. പേരെടുത്ത് പറയാൻ കഴിയാത്തത്ര ലീഡർമാരാണ് നമ്മുടെ ഈ ഒരു മൈ ലൈഫ് കുടുംബത്തിലുള്ളത്. ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഏത് ബിസിനസ് ആയാലും ഏത് വർക്കാണെങ്കിലും ഞാനൊക്കെ എന്റെ വർക്ക് നോക്കുന്ന സമയത്ത് അവിടെ അവന് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ട്, നമുക്ക് വർക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. പക്ഷെ മൈ ലൈഫിന്റെ കുടുംബത്തിൽ അങ്ങനെയല്ല. മൈ ലൈഫ് താഴെ കടയിലുള്ള ആൾക്കാരെ 2 കൈയും പിടിച്ച് താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് മൈ ലൈഫ് ഉള്ളത്. അതാണ് മൈ ലൈഫിന്റെ ഒരു സുന്ദരമായ മുഖം. അടിയിൽ കിടക്കുന്ന ആൾ പ്രവർത്തിച്ചാലേ മുകളിൽ കിടക്കുന്ന ആൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കൂ എന്നുള്ള ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിയിൽ കിടക്കുന്ന ഏതൊരു പാവപ്പെട്ടവന്, അത് ഇന്നത്തെ കാലത്ത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാല് ആ ഒരു മതസൗഹാർദ്ദത്തിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്നുള്ളത് അത് മൈ ലൈഫാണ്. മൈ ലൈഫിൽ ചെയ്യുന്ന മൈ ലൈഫിന്റെ ബിസിനസ് ആണ്, മൈ ലൈഫ് കുടുംബമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റാവുന്ന ഒരു കുടുംബമാണ് നമ്മുടെ. ഇതില് വിദ്യാഭ്യാസ യോഗ്യതക്ക് സ്ഥാനമില്ല. അതുപോലെ തന്നെ മതങ്ങളുടെ ഒരു ആഭിമുഖ്യം ഇതിലില്ല, വർഗത്തിന്റെ ഒരു ആഭിമുഖ്യം ഇതിലില്ല. അതുപോലെ തന്നെ ഇതില് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നൊരു വേർതിരിവില്ല. അങ്ങനത്തെ ഒരു മതസൗഹാർദ്ദം ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും മൈ ലൈഫ് കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു മൈ ലൈഫ് കുടുംബമാണ് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ പറ്റാവുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ ഐക്കൺ, ഒരു പ്രതീകമെന്ന് നമുക്ക് നിസ്സംശയം പറയാമെന്നാണ് ഞാൻ ഈ ഒരു ചുരുങ്ങിയ കാലത്തിൽ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോ എന്റെ ലീഡർമാരായ കരീം സാർ മുതൽ നഫീസത്ത് മാഡം മുതൽ അതുപോലെ തന്നെ അലി കുനൂസ് ഇന്ന് ഞങ്ങളുടെ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അതിഗംഭീരമായി തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന, വാക്കുകൊണ്ടും ശാസിക്കേണ്ട രൂപത്തിൽ ശാസിച്ചുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ അലി സാറ് ഈ അവസരത്തില് വിദേശത്താണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും രാവു പകൽ ഭേദമന്യേ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്തഫ സാറ്, ഷാന മാഡം, അതേപോലെ തന്നെ അഷറഫ് സാറ്, റഫീഖ് സാറ്. അഷറഫ് സാറിനോടൊക്കെ ഞാൻ പല രൂപത്തിലും പല സമയത്തും വോയിസ് മെസ്സേജിലൂടെ ഇന്ന രോഗമാണ്, അതിനൊരു നിർദ്ദേശം വെച്ച് തരുന്ന ഒരു സമയം പാഴാക്കാതെ ആ വോയിസ് കേട്ട ഉടനെ തന്നെ അതിന് മറുപടി തന്ന് ഇന്ന മാര്യം നിങ്ങൾ മുന്നിൽ കൊടുത്തോളിയും എന്ന് പറഞ്ഞ് നമ്മൾ അത്രയ്ക്ക് സപ്പോർട്ടീവ് ചെയ്യുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ ഒരുപാട് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു. ഏകദേശം ഒരു 6 മാസം മുമ്പാണ് ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അത് എന്റെ ബിസിനസ്സും അതുപോലെ തന്നെ ഒരു റൂമില് മൈ ലൈഫിന്റെ പ്രൊഡക്റ്റും വെച്ച് ഏകദേശം 2 ലക്ഷം രൂപയോളം വരുന്ന പ്രൊഡക്റ്റ് ഞാൻ എടുക്കുകയും ഉദ്ഘാടനത്തിന് നമ്മളെ അഷറഫ് സാർ വന്നിരുന്നു. അതേപോലെ നമ്മളെ മണ്ണാർക്കാട് MLA ഷംസുദ്ദീനാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ആ ഒരു സ്ഥാപനം വെച്ചിട്ട് ആ സ്ഥാപനത്തിന്റെ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കിലൊരു ശക്തി വേണമല്ലോ, ബാക്കിൽ നമുക്ക് എന്ത് വേണം, ബാക്കിൽ നമുക്കൊരു കാണിച്ചു കൊടുക്കാൻ ഒരു സ്ഥാപനം വേണം എന്നുള്ള രൂപത്തിലാണ് ഞാൻ അവിടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു മൈ ലൈഫിലേക്ക് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരു വെയർ ഹൗസിന്റെ ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. എന്നിരുന്നിട്ടും എനിക്ക് ഒരു കാണിച്ചു കൊടുക്കാൻ ഒരു സ്ഥാപനം വേണം എന്നുള്ളതിലാണ് ഞാൻ ഇന്ന് ആ സ്ഥാപനത്തെ കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്ത്
സംശയ നിവാരണം നടത്തുന്ന റഫീഖ് പെരിന്തൽമണ്ണ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങാടിപ്പുറം റഫീഖ് അങ്ങാടിപ്പുറം സാറ് എല്ലാത്തിനും സപ്പോർട്ട് നൽകുന്നു. അതുപോലെ മാനു സാറ്, മുസ്തഫ സാറ്, അതുപോലെ ഈ നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞു എല്ലാമായ നമ്മളൊരു പ്രതിതുല്യം നമ്മളെ സ്നേഹിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ മെന്റർ കൂടിയായ നമ്മുടെ ഉമർ ഉസ്താദിനും ഈ ഒരു അവസരത്തില് ഞാൻ ഹൃദയമായ നന്ദിയും എന്റെ കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഞാനിവിടെ വിവരിച്ചത് എന്റെ കുറെ ജീവിതാനുഭവങ്ങളാണ്. ഇതിൽ കുറെ പോരായ്മകളും തെറ്റുകളും ഉണ്ടായിരിക്കാം. എല്ലാവരും ക്ഷമിക്കണമെന്നും അതുപോലെ തന്നെ ഈ ഒരു മൈ ലൈഫിനെ എല്ലാവരും ഹൃദയത്തിലൂടെ ഏറ്റെടുത്ത് എല്ലാവരുടെയും വിഷമങ്ങളും മാറ്റിക്കൊടുക്കാൻ നമ്മളൊരു ചാലക ശക്തിയായി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.